കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടത്തിൽ നിന്ന് ജീവിതകാലം മുഴുവൻ വരുമാനമുണ്ടാക്കാമെന്ന് തെളിയിച്ച എഞ്ചിനീയർമാരായ സുഹൃത്തുക്കൾ ഉണ്ട് ഇടുക്കിയിൽ. സ്വന്തം സ്ഥലത്ത് കൂടി ഒഴുകിപ്പോകുന്ന വെള്ളത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വരുമാനമുണ്ടാക്കുകയാണിവർ. ഇടുക്കി മുതിരപ്പുഴയാറിന്റെ ജലസമൃദ്ധിയിലാണ് മുക്കുടം പദ്ധതി യാഥാർത്ഥ്യമായത്. മഴക്കാലമെത്തിയാൽ സ്വന്തം പറമ്പിലെ പാറക്കെട്ടിലൂടെ വെള്ളം കുത്തിയൊലിച്ചു പോകുന്നത് കണ്ടുനിന്ന് ആസ്വദിക്കുന്നവർ കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. എന്നാൽ ഒഴുകി വരുന്ന വെള്ളത്തെ വരുമാനമാക്കുന്ന വിദ്യ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുകയാണ് പാറത്തോട് സ്വദേശി രാകേഷ് റോയും സുഹൃത്തുക്കളും. 2016 ഒരുമിച്ച് പഠിച്ചിറങ്ങിയവരാണ് ഈ യുവ എഞ്ചിനീയർമാർ. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ജോലി ചെയ്യുന്നവരാണ് ഇവർ. കേരളത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് KSEBക്ക് നൽകി ഇന്ന് വരുമാനമുണ്ടാക്കുകയാണ് ഇവർ. കേരളത്തിൽ ആവശ്യമുള്ള വൈദ്യുതിയുടെ ഒരു 30% അല്ലെങ്കിൽ അതിൽ താഴെയാണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി 70% പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതി എന്നുള്ളൊരു ചിന്ത വന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പ്രൊജക്ടിനുള്ളൊരു സാധ്യത, അത്ര ഒരു ഹൈറ്റ് ഉള്ളതെന്ന് നമുക്കറിയാം. നമ്മൾ ആ കാര്യം അന്നത്തെ ഗവൺമെന്റിന്റെ നോഡൽ ഏജൻസി എനർജി മാനേജ്മെന്റ് സെന്റർ എന്ന് പറയും, നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് പവർ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ളൊരു സ്ഥാപനമാണ്. അവരുമായിട്ട് ചർച്ച ചെയ്തു, ഇങ്ങനെ അറിയിച്ചു. അവർ നമ്മളോട് പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മളൊരു കൺസൾട്ടന്റിനെയൊക്കെ വെച്ച് ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റഡി നടത്തി പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്ത് ഗവൺമെന്റ് സാങ്ഷൻ ചെയ്ത് തരുവാണ് ചെയ്തത്. സ്വകാര്യ ജലവൈദ്യുതി പദ്ധതികൾ പലതുണ്ടെങ്കിലും സ്വകാര്യ വ്യക്തി സ്വന്തം സ്ഥലത്തെ സാധ്യത കണ്ടെത്തി നിർമ്മിക്കുന്ന ആദ്യ ജലവൈദ്യുതി പദ്ധതിയാണ് ഇടുക്കി മുക്കുടം പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ ചെറുകിട ജലവൈദ്യുതി നയത്തെ പ്രോത്സാഹിപ്പിച്ചാൽ ഭാവിയിൽ കേരളത്തിന് അവ വലിയ കൈത്താങ്ങാകുമെന്ന് രാകേഷ് റോയി പറയുന്നു. കേരള സ്മോൾ ഹൈഡ്രോ പോളിസി 2012 എന്ന് പറഞ്ഞൊരു പോളിസി, കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് കേരള ഗവൺമെന്റിന്റെ ഒരു പോളിസി ഉണ്ട്, ചെറുകിട ജലവൈദ്യുത നയം എന്ന് പറഞ്ഞിട്ട് ഇത്തരം പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്. പല കാരണങ്ങൾ കൊണ്ട് പ്രൊജക്റ്റുകൾ അധികം വരുന്നില്ല. പക്ഷേ നമുക്കറിയാം, കേരളത്തിൽ നമുക്ക് 6-7 മാസം മഴയുണ്ട്. നമ്മുടെ ഒരു ഭൂപ്രകൃതി ഇങ്ങനെയാണ്. കിഴക്കുന്ന പടിഞ്ഞാറോട്ട് ചെരുവുള്ള സ്ഥലവും 44 നദികളും അതിന്റെ പോഷക നദികളും എല്ലാമായിട്ട് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾക്ക് വളരെയധികം സാധ്യതയുണ്ട്. പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളം മുക്കുടത്ത് തന്നെ ചെക്ക് ഡാമായി കെട്ടി നിർത്തി താഴേക്ക് പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് പവർ ഹൗസിലേക്ക് എത്തിക്കുന്നത്. 1.5 കിലോമീറ്റർ നീളത്തിലാണ് പെൻസ്റ്റോക്ക് പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. 1070 അടി ഉയരത്തിൽ നിന്നാണ് മുക്കുടം പവർ ഹൗസിലേക്ക് വെള്ളം എത്തിക്കുന്നത്. 2014 മുതൽ ഇവിടുത്തെ ജലലഭ്യത വിശദമായിട്ട് പഠിച്ച ശേഷമാണ് മുക്കുടം സ്വകാര്യ ജലവൈദ്യുതി പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ആദ്യം നമ്മൾ ഇത്ര ഒരു ചെറിയൊരു പ്രൊജക്ട് 1 മെഗാവാട്ട് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ ചിന്തിച്ചിരുന്നത്. പക്ഷെ നമ്മളൊരു 3 വർഷത്തെ വെള്ളത്തിന് അളവൊക്കെ എടുത്തപ്പോഴാണ് ഒരു 4 മെഗാവാട്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം ഇത്രയും ഹൈറ്റ് ഉണ്ട്. നമ്മുടെ ഡാമിൽ നിന്ന് നമ്മുടെ പവർ ഹൗസിലേക്കുള്ള ഒരു വെള്ളത്തിന്റെ ഒരു ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1070 അടിയാണ്. അപ്പോൾ അത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് പവർ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് എത്തിയത്. 30 കോടി രൂപയാണ് ജലവൈദ്യുതി പദ്ധതിയുടെ മുടക്ക്. 70% കേന്ദ്ര സർക്കാരിന്റെ അടക്കം ലോൺ വഴി, ബാക്കി 30% രാകേഷ് അടക്കം 7 എഞ്ചിനീയർമാർ കൂടി കണ്ടെത്തി. ഈ പ്രൊജക്ട് തീർക്കാനായിട്ട് ഏകദേശം 30 കോടിക്ക് മുകളിൽ ചെലവായിട്ടുണ്ട്. അതിന്റെ 70% ലോണാണ്. ബാക്കി 30% ഞങ്ങൾ 7 പേര് കൂടി ഇക്വിറ്റി ആയിട്ട് നമ്മുടെ മൂലധനമായിട്ട് കൊണ്ടുവന്നതാണ്. പദ്ധതിയുടെ വിജയത്തിലും സാമൂഹ്യബോധം മറക്കുന്നില്ല ഈ എഞ്ചിനീയറിംഗ് കൂട്ടം. അടിമാലിയിലെ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിന് ഒരു മാസം 10,000 യൂണിറ്റ് വെച്ച് ഒരു സാമൂഹ്യ സേവനം എന്ന രീതിയിൽ അതൊരു നമ്മളൊരു സമ്മതപത്രം ഗവൺമെന്റ് നമ്മുടെ ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. KSEB ആയിട്ടുള്ള അതിന്റെ കുറച്ച് അപ്രൂവലൊക്കെ പെൻഡിംഗ് ഉണ്ട്. അതെന്തായാലും അതും കൂടെ ചെയ്യും നമ്മൾ. മുക്കുടം സ്വകാര്യ ജലവൈദ്യുതി പദ്ധതിയിലൂടെ മിന്നൽ വിജയം നേടിയ എഞ്ചിനീയർ സുഹൃത്തുക്കളെ തേടി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും സംരംഭകർ വിദഗ്ധ ഉപദേശങ്ങൾക്കായിട്ട് എത്തുന്നുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.